ഹലോ, ഞാനിന്ന് പറയാൻ പോകുന്നത് കായംകുളം കൊച്ചുണ്ണിയെക്കുറിച്ചാണ്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ജീവിച്ചിരുന്ന കായംകുളം സ്വദേശിയായ ഒരു വിപ്ലവകാരിയായിരുന്നു കൊച്ചുണ്ണി. തിരുവിതാംകൂർ കാർത്തികപ്പള്ളി താലൂക്കിൽ കായംകുളം കോട്ടക്കുളങ്ങരയായിരുന്നു കൊച്ചുണ്ണി ജനിച്ചത്. ഇന്നത്തെ ഇന്ത്യയിലെ കേരളത്തിലെ തിരുവിതാംകൂർ പ്രദേശത്ത് അദ്ദേഹം സജീവമായിരുന്നു. അദ്ദേഹം സമ്പന്നരിൽ നിന്ന് മോഷ്ടിച്ച് ദരിദ്രർക്ക് നൽകിയിരുന്നതായി പറയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ കേരളത്തിലെ നാടോടി കഥകളുടെ ഭാഗമാണ്. അദ്ദേഹത്തിന്റെ കഥകൾ പലപ്പോഴും അദ്ദേഹത്തിന്റെ സുഹൃത്തും സഹകുറ്റവാളിയുമായ ഇത്തിക്കര പക്കിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏവൂരിലാണ് അദ്ദേഹം തന്റെ ബാല്യവും ചെറുപ്പവും ചെലവഴിച്ചത്. പിതാവിന്റെ മരണശേഷം കുടുംബം ദാരിദ്ര്യത്തിലായി. കൊച്ചുണ്ണി ഒരു പലചരക്ക് കടയിൽ ജോലി ചെയ്തു. പിന്നീട് അദ്ദേഹം മോഷണം ആരംഭിക്കുകയും ഒരു കുറ്റവാളിയായി മാറുകയും ചെയ്തു. ധനികരിൽ നിന്ന് മോഷ്ടിക്കുന്നതിനും ദരിദ്രർക്ക് ദാനം ചെയ്യുന്നതിനും അദ്ദേഹം പ്രശസ്തനായിരുന്നു. കാമുകി ഒറ്റുകൊടുത്തതിനെ തുടർന്ന് കൊച്ചുണ്ണിയെ ഒരിക്കൽ ഉദ്യോഗസ്ഥർ പിടികൂടി. രക്ഷപ്പെട്ട് അവളെയും അവളുടെ സഹായിയെയും കൊച്ചുണ്ണി കൊലപ്പെടുത്തി. തുടർന്ന് അദ്ദേഹം ഒളിവിൽ പോയി. അതിനിടയിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ശാലിഗ്രാം മോഷ്ടിച്ചു. ആയില്യം തിരുനാൾ രാമവർമ്മ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു. ഡി മാധവറാവു അക്കാലത്ത് തിരുവിതാംകൂർ ദിവാനായിരുന്നു. നിരവധി മോഷണങ്ങളിലും 2 കൊലപാതകങ്ങളിലും കൊച്ചുണ്ണിക്കെതിരെ കുറ്റം ചുമത്തി. കൊട്ടാരത്തിനും പോലീസ് ഉദ്യോഗസ്ഥർക്കും കൊച്ചുണ്ണിയെ കണ്ടെത്താനായില്ല. അതിനുശേഷം ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ എന്ന യോദ്ധാവിനെ ഈ ചുമതല ഏൽപ്പിച്ചു. ഒടുവിൽ അദ്ദേഹം കൊച്ചുണ്ണിയെ പിടികൂടി ദിവാന് സമർപ്പിച്ചു. പണിക്കരെ രാജാവ് ആദരിച്ചു. കൊച്ചുണ്ണി 1 വർഷത്തേക്ക് റിമാൻഡ് ചെയ്യപ്പെട്ടു. ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ഇന്നത്തെ തിരുവനന്തപുരത്തുള്ള സെൻട്രൽ ആർക്കൈവ്സ് കെട്ടിടം 19-ാം നൂറ്റാണ്ടിന് മുമ്പ് ഒരു ജയിലായിരുന്നു. കൂടാതെ തിരുവിതാംകൂർ ജയിലിന്റെ ആദ്യ ജയിൽ ഇതാണെന്ന് വിശ്വസിക്കുന്നു. കൊച്ചുണ്ണിയെ തടവിലാക്കിയത് ഇവിടെ ആയിരിക്കാനാണ് സാധ്യത. മോഷ്ടാവായിരുന്നെങ്കിലും പണക്കാർക്കെതിരെ പാവങ്ങളുടെ പക്ഷം നിന്ന സ്ഥിതി സമത്വവാദിയും സാമൂഹ്യ പരിഷ്കർത്താവുമൊക്കെയായിരുന്നു കൊച്ചുണ്ണി. ആ രീതിയിലായിരുന്നു കൊച്ചുണ്ണിയെ ചിത്രീകരിച്ചിട്ടുള്ളത്. ധനവാന്മാരിൽ നിന്ന് വസ്തുവകകൾ അപകരിച്ചെടുത്ത് പാവങ്ങൾക്ക് നൽകുകയായിരുന്നു അയാൾ ചെയ്തിരുന്നതെന്ന് പറയപ്പെടുന്നു. കായംകുളത്ത് ഇപ്പോഴുള്ള പണ്ടകശാല കുടുംബം കൊച്ചുണ്ണിയുടെ 5-ാം തലമുറയിലെ പിന്തുടർച്ച അവകാശപ്പെടുന്നു. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല പോലുള്ള രചനകളും തലമുറകളിലൂടെ വാമൊഴിയായി പകർന്നെത്തിയ കഥകളും കേരളീയരുടെ ഓർമ്മയിൽ കൊച്ചുണ്ണി മായാതെ നിൽക്കാൻ കാരണമായി. മോഷണത്തിൽ കൊച്ചുണ്ണിക്കുണ്ടായിരുന്ന സാമർഥ്യത്തെക്കുറിച്ച് അനേകം കഥകൾ പ്രചാരത്തിലുണ്ട്. കായംകുളത്ത് പുതുപ്പള്ളി പഞ്ചായത്തിലെ വാരണപ്പള്ളി തറവാട്ടിൽ കൊച്ചുണ്ണി നടത്തിയതായി പറയപ്പെടുന്ന മോഷണത്തിന്റെ കഥ പ്രസിദ്ധമാണ്. കുടുംബ സുഹൃത്തായിരുന്ന കൊച്ചുണ്ണിയെ തന്റെ വീട്ടിൽ നിന്ന് മോഷണം നടത്താൻ തറവാട്ടുകാരനവർ വെല്ലുവിളിച്ചതാണ് ഈ മോഷണത്തിന് കാരണമായതായി പറയപ്പെടുന്നത്. തറവാട്ട് തിണ്ണയിൽ കാരണവരോടൊപ്പം മുറുക്കിയും സംഭാഷണവുമായി ഇരുന്ന കൊച്ചുണ്ണി പൂമുഖവാതിലിനകത്തെ സാക്ഷിയുടെ സ്ഥാനം മനസ്സിലാക്കി പുറത്ത് ചുണ്ണാമ്പ് കൊണ്ട് അടയാളപ്പെടുത്തിയെന്നും അന്ന് രാത്രി അവിടം തുറന്ന് മോഷണം നടത്തിയ ശേഷം പിറ്റേന്ന് മുതൽ തിരികെ നൽകിയെന്നുമാണ് കഥ. കൊച്ചുണ്ണിയുടെ കൗശലത്തിന്റെ സാക്ഷ്യമായി ആ വാതിൽ ഇപ്പോഴും തറവാട്ടിൽ സൂക്ഷിച്ചു പോരുന്നു. കൊച്ചുണ്ണിയുടെ പ്രവർത്തനങ്ങൾ അതിരുവിട്ടപ്പോൾ ഏതു വിധത്തിലും അയാളെ പിടിക്കാൻ ദിവാൻ ഉത്തരവിറക്കി. ഉത്തരവ് നടപ്പാക്കാതിരുന്ന ജോലി നഷ്ടപ്പെടുമെന്ന ഭീഷണി ലഭിച്ച കാർത്തികപ്പള്ളി തഹസീൽദാർ കൊച്ചുണ്ണിയുമായി ബന്ധമുണ്ടായിരുന്ന അടുത്ത സുഹൃത്തിന്റെ സഹായത്തോടെ ചതിയിൽ അറസ്റ്റ് ചെയ്യിച്ചെങ്കിലും തടവു ചാടിയ കൊച്ചുണ്ണി അറസ്റ്റ് ചെയ്ത പോലീസുകാരനെയും അറസ്റ്റിന് സഹായിച്ച സുഹൃത്തിനെയും കൊന്നു. ഒടുവിൽ കൂട്ടുകാരനായ കൊച്ചുപിള്ളയുടെ സഹായത്തോടെ വാഴപ്പള്ളിയിലെ ഭാര്യ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി സൽക്കാരത്തിനിടെ മരുന്ന് കലർത്തിയ ഭക്ഷണം നൽകി മയക്കിയ ശേഷമാണ് കൊച്ചുണ്ണിയെ അറസ്റ്റ് ചെയ്തതെന്ന് പറയപ്പെടുന്നു. 1859 തിരുവിതാംകൂർ ജയിലിൽ 41 വയസ്സുള്ളപ്പോഴായിരുന്നു കൊച്ചുണ്ണിയുടെ മരണം. തിരുവനന്തപുരം പേട്ട ജുമാ മസ്ജിദിൽ കബറടക്കം നടത്തിയതായും പറയപ്പെടുന്നു. എന്നിരുന്നാലും കൊച്ചുണ്ണിയുടെ മരണം തർക്കത്തിലാണ് മറ്റൊരു രേഖയിൽ. 70കളിൽ അദ്ദേഹം പൂജപ്പുരയിലെ സെൻട്രൽ ജയിലിൽ തടവിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. 1966 PA തോമസ് സംവിധാനം ചെയ്ത് പുറത്തിറക്കിയ സിനിമയാണ് കായംകുളം കൊച്ചുണ്ണി. സത്യനായിരുന്നു കായംകുളം കൊച്ചുണ്ണിയായി അഭിനയിച്ചത്. ഗായകൻ KJ യേശുദാസും ഇതിൽ അഭിനയിച്ചിരുന്നു. കൊച്ചുണ്ണിയുടെ സഹോദരി ഭർത്താവിന്റെ വേഷമായിരുന്നു യേശുദാസിന്. ഒരു സ്വർണ്ണ വിൽപ്പനക്കാരനായിട്ടായിരുന്നു യേശുദാസ് വേഷമിട്ടത്. ഈ സിനിമയുടെ വിജയത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ വിവരം, അതായത് 1859 സെപ്റ്റംബറിൽ 41 വയസ്സിൽ അദ്ദേഹം മരിച്ചു എന്നത് ജനപ്രിയമാക്കപ്പെടുകയും ആധിപത്യം സ്ഥാപിക്കപ്പെടുകയും ചെയ്തതെന്ന് ചില ഗവേഷകർ പറയുന്നു. സിനിമയുടെ വാണിജ്യ വിജയത്തിന് കൂടുതൽ അനുയോജ്യമായതിനാൽ സിനിമ ആദ്യത്തേത് ഉപയോഗിച്ചു. മറ്റൊരു രേഖ പ്രകാരം അദ്ദേഹം രക്ഷപ്പെട്ട് 36 വർഷം കൂടി ജീവിച്ചു. ക്ഷയരോഗം ബാധിച്ച് 77-ാം വയസ്സിൽ മരിച്ചതായും പറയപ്പെടുന്നു. അവസാന നാളുകളിൽ വീട്ടിലെ ഒരു സ്ത്രീ അദ്ദേഹത്തെ പരിപാലിച്ചു.
2018 നിവിൻ പോളി നായകനായി കായംകുളം കൊച്ചുണ്ണി വീണ്ടും സിനിമ പുറത്തിറങ്ങി. റോഷൻ ആൻഡ്രൂസ് ആയിരുന്നു സംവിധാനം. ഇത്തിക്കരി പക്കിയായി വേഷമിട്ടത് മോഹൻലാലായിരുന്നു. പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരിക്കടുത്തുള്ള ഇടപ്പാറ മലദേവർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകളിലൊന്ന് മുസ്ലിം മതവിശ്വാസിയായിരുന്ന കൊച്ചുണ്ണിയാണ്. മേടമാസത്തിലാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവം. റോബിൻ ഹുഡിന്റെ പരിവേഷമുള്ള കൊച്ചുണ്ണിയെ സംബന്ധിച്ച് നിരവധി കഥകൾ കേരളീയരുടെ ഓർമ്മയിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. മുത്തശ്ശി കഥകൾക്ക് എന്ന പോലെ നാടകത്തിന്, സിനിമയ്ക്കും ടെലിവിഷൻ സീരിയലിനുമൊക്കെ കൊച്ചുണ്ണി വിഷയമായി.